ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അനാമികയെയും വിഷ്ണുവിനെയും നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്കും പൊതുസമൂഹത്തിനും പരിചിതമാകുന്നത് ഇവരുടെ വിവാഹത്തോടു കൂടിയാണ്. ഉദയാഗിരിജ എന്ന് പറയുന്ന ജീവമാതാ കാരുണ്യ ഭവന്റെ ഡയറക്ടറായിട്ടുള്ള വിഷ്ണുവിന്റെ അമ്മ അവിടുത്തെ അന്തേവാസിയായിട്ടുള്ള അനാമികയെ തന്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതോടുകൂടിയാണ് ഈ രണ്ട് ദമ്പതികളും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ താരങ്ങളായി മാറുന്നത്. അതിനുശേഷം അനാമിക യൂട്യൂബിൽ ചെറിയൊരു ചാനൽ തുടങ്ങുന്നു. അത് അത്യാവശ്യം പോപ്പുലറായി മാറുന്നു. അതിനിടയിൽ അനാമിക ഗർഭിണിയാവുന്നു. എന്നാൽ അനാമിക ഗർഭിണിയായതോടുകൂടി തന്നെ ഈ ഒരു ജീവമാതാ കാരുണ്യ ഭവന്റെ നടത്തിപ്പ് പോലും പ്രതിസന്ധിയിലാവുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ ഒരു കുടുംബം നേരിട്ടത്. അതിനെ തുടർന്ന് അവിടുത്തെ അന്തേവാസികളെ എല്ലാവരും തന്നെ മറ്റ് പല കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയുണ്ടായി. നിലവിൽ ഈ പറയുന്ന ജീവമാതാ കാരുണ്യ ഭവൻ എന്ന് പറയുന്ന സ്ഥാപനം വയോജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് മാറ്റുകയുണ്ടായി. ഇതിനിടയിലായിരുന്നു ഉദയാഗിരിജ വീണ്ടും വിവാഹിതയായതും അവർ ഇപ്പോൾ പ്രഗ്നന്റ് ആയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളെല്ലാം തന്നെ ഇവരുടെ യൂട്യൂബ് ചാനൽ വഴിയെല്ലാം നമ്മളിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. അതും അത്യാവശ്യം എല്ലാവരും കോൺട്രവേഴ്സി ആക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം മക്കളുടെ സമ്മതവും വാങ്ങി ഒരു വിവാഹം കഴിക്കുന്നു, അവരതിൽ ഗർഭിണിയാവുന്നു. ആ ഒരു കുടുംബത്തിനല്ലാത്ത പ്രശ്നമാണ് നമ്മുടെ നാട്ടുകാർക്കുള്ളത്. അതാണ് ഏറ്റവും വലിയ കോമഡി. എന്നാലും അനാമിക ഈ കഴിഞ്ഞ ദിവസം അനാമികയുടെ വിഷ്ണുവിന്റെ മകളായിട്ടുള്ള ഉണ്ണിമോളെ കുറിച്ച് ഒരു ചെറിയ ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബ്ലോഗ് ഇപ്പോൾ അത്യാവശ്യം കോൺട്രവേഴ്സി ആയിട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു വിഷയം എന്താണെന്ന് പരിശോധിക്കാം. സോ നമുക്ക് അനാമിക ചെയ്ത വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളായിട്ടൊന്ന് കണ്ടുപോകാം. പറയുമ്പോൾ നമ്മുടെ ഉണ്ണിമോളുടെ ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റി ചോദിച്ചിട്ട് കുറച്ച് കമന്റ്സും കാര്യങ്ങളും ഈയിടെ കൊണ്ട് വരുന്നുണ്ട്. കാരണം നമ്മൾ ഉണ്ണിമോളുടെ ഓരോ ഡെവലപ്മെന്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴും അതിന്റെ താഴെ വരുന്ന കുറച്ച് കമന്റ്സ് ആണ്. പിന്നെ നമ്മൾ ഒന്ന് രണ്ട് പേര് വിളിച്ച് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്, ഡോക്ടർ എന്ത് പറഞ്ഞു, ഉണ്ണിമോളുടെ ഹെൽത്ത് ഇപ്പൊ എങ്ങനെയാണോ, ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് മെസ്സേജ് വരുന്നുണ്ട്, കോൾസ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഉണ്ണിമോളെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ അവർക്ക് ഇതൊരു റിപ്ലൈ വീഡിയോ ആയിട്ടെന്ന് വെച്ചാൽ അവിടെ ചില സംശയങ്ങളും അതുപോലെ തന്നെ ഉണ്ണിമോളെ പറ്റി അറിയാനുള്ള ആ ഒരു ആകാംക്ഷയും കൊണ്ട് ഉള്ളവരുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നാൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം, ഉണ്ണിമോളുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ണിമോളെ പറ്റിയിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതിനായിട്ട് ഉണ്ണിമോളുടെ ക്യാരക്ടറും അതുപോലെ തന്നെ ഉണ്ണിമോളെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഉണ്ണിമോളുടെ ഹെൽത്ത് ഇഷ്യൂസും ഉണ്ണിമോളുടെ ക്യാരക്ടറും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ. നമ്മൾ ഏതൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അനാമികയുടെയും വിഷ്ണുവിന്റെയും കുട്ടിയായിട്ടുള്ള ഉണ്ണിമോൾ എന്നറിയപ്പെടുന്ന ആ കൊച്ചുകുട്ടിക്ക് എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കുട്ടി മാസം തികയാതെ മറ്റാണ് ജനിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം വിവാദങ്ങൾ ആ ഒരു ടൈമിൽ നടന്നിട്ടുണ്ടായിരുന്നു. സോ അതിലേക്കൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല, അതൊക്കെ ഓൾറെഡി പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ്. ഈ ഒരു കുട്ടിയുടെ അപ്ഡേറ്റ് പറയാൻ എന്ന രീതിയിൽ അനാമിക ചെയ്ത ഈ ഒരു വീഡിയോ ആണ് ഇപ്പോൾ അത്യാവശ്യം വിവാദമായിരിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു വീഡിയോയ്ക്കകത്ത് അനാമിക അസ്ട്രോടോക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം ഈയിടെയായിട്ട് അസ്ട്രോടോക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ പ്രൊമോഷൻ നമ്മുടെ സോഷ്യൽ മീഡിയയിലും നല്ല കൊണ്ടുപിടിച്ച് നടക്കുന്ന സമയമാണ്. അപർണ ബാലമുരളി, മമത മോഹൻദാസ്, അങ്ങനെ ധാരാളം മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള താരങ്ങളും അതേപോലെ തന്നെ ബോളിവുഡിൽ നിന്ന് രൺബീർ സിംഗ്, ശ്രദ്ധ കപൂർ തുടങ്ങിയ ധാരാളം സെലിബ്രിറ്റീസും അതുകൂടാതെ നമ്മുടെയൊക്കെ ഫാമിലി ഏറ്റവും അധികം വാച്ച് ചെയ്യുന്ന ധാരാളം ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്. അവരുടെ എല്ലാം ചാനലുകളിലും ഇതിന്റെ പ്രൊമോഷനുകളും മറ്റു കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് നല്ല ഒരു എമൗണ്ട് ആണ് ഈ പർട്ടിക്കുലർ ആപ്പ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പ്രൊമോഷൻ ഈ പറയുന്ന അനാമികയും എടുത്തു. അനാമികയ്ക്ക് ഇവിടെ ഒരു ചെറിയ തെറ്റ് സംഭവിച്ചു പോയി. അനാമിക ഇതിനെ കുറച്ചുകൂടി എക്സാഗ്രേറ്റ് ചെയ്ത് വീഡിയോ ചെയ്തു. അതാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞ അനാമികനെ എയറിൽ കയറ്റിയിരിക്കുന്നത്. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങളെയൊക്കെ വിശ്വസിച്ച് ധാരാളം ആളുകൾ വീഡിയോസ് കാണുന്നുണ്ട്. അങ്ങനെയുള്ള നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ യാതൊരു കാരണവശാലും വഞ്ചിക്കരുത് കേവലം പണത്തിന് വേണ്ടിയിട്ട്. നാളെ ഈ സബ്സ്ക്രൈബേഴ്സ് ആരും തന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മനസ്സിലായോ? എന്തായാലും നമുക്ക് അനാമിക നടത്തിയ ആ പ്രൊമോഷൻ ഒന്ന് കണ്ടു നോക്കാം. അത്രയ്ക്ക് സ്പീഡിലാണ് നമ്മളെ ഉണ്ണിമോള് മുട്ടിലെഴയുന്നത്. നല്ല രീതിക്ക് അവള് മുട്ടിലെഴയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഞാൻ ഉണ്ണിമോളുടെ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്. എന്താണെന്നല്ലേ, ഇപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ മറന്നുപോയാൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. എന്റെ ലൈഫിലുണ്ടായ ഒരു അനുഭവം കൂടിയാണ് ഞാനിപ്പോ ഈ പറയാൻ പോകുന്നത്. ഞങ്ങളുടെ ലൈഫ് എന്ന് വയ്ക്കുമ്പം ഞങ്ങള് ഫിനാൻഷ്യലി നല്ല ടൈറ്റ് ആയിട്ട് മെന്റലി ഭയങ്കര ഡൗൺ ആയിട്ടിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു.
ആ ടൈമിനെ പറ്റിയാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ പുറമേ ഒരാൾ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, ചില്ല് ചെയ്ത് നടക്കുവാണ്, അടിപൊളി ലൈഫാണെന്നൊക്കെയാണ്. പക്ഷെ ഞങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ എന്ന് വെച്ചാൽ ഭയങ്കര ഡൗൺ ആയിട്ട് മെന്റലി സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിൽ ആരോട് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം, ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ആൻസർ കിട്ടോ, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാതെ വട്ട് പിടിച്ച് നിൽക്കുന്ന സമയമായിരുന്നു സത്യത്തിൽ. ആ ഒരു ടൈമിൽ നമ്മളെ ചുറ്റുമുള്ള എല്ലാവരും വീട് വെക്കുന്നു, കാറ് വാങ്ങുന്നു, അടിപൊളിയായിട്ട് ജീവിക്കുന്നു. പക്ഷെ നമ്മളെ കയ്യിൽ പൈസ വരുന്നുണ്ട്, പക്ഷെ ആ പൈസ 100 ആവശ്യങ്ങൾക്കായിട്ട് പിന്നെയും പോവാണ്. പൈസ വരുന്നു, പൈസ പോകുന്നു, പൈസ വരുന്നു, പൈസ പോകുന്നു. ഇത് തന്നെയാണ് ഒരു സൈക്കിളിന്റെ വീല് പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കും തോറും ഞങ്ങൾ നോക്കുമ്പോൾ എന്താ ചുറ്റുമുള്ളവരെല്ലാരും വളർന്നു, പക്ഷെ നമ്മളെ കയ്യിൽ പൈസ നിൽക്കുന്നില്ല. ഈ പൈസ എല്ലാം കയ്യിൽ നിന്ന് പൊക്കോണ്ടിരിക്കുന്നു. ഒരു 5 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10 കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെ കയ്യെ പൈസ നിൽക്കാതെ പൈസ പൊക്കോണ്ടിരുന്ന് ഇങ്ങനെ അതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ഞങ്ങൾ ലൈഫിൽ ഇരിക്കുന്ന ഒരു ടൈമായിരുന്നു. ആരോട് ചോദിച്ചു ഒരു കറക്റ്റ് സൊല്യൂഷൻ കിട്ടുമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഞങ്ങൾ നൈബേഴ്സിനോട് ചോദിച്ചു, ഫ്രണ്ട്സിനോട് തിരക്കി, എന്നിട്ട് എന്നും ഒരു കറക്റ്റ് ഒരു ആൻസർ ഞങ്ങൾക്ക് ആരുടെയും സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് കറക്റ്റ് ഒരു ആൻസർ കിട്ടിയില്ലായിരുന്നു. അങ്ങനെ വിഷമിച്ചിരുന്നിട്ട് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആഡ്സ് കണ്ടത്. അപ്പോൾ ഒരു ആപ്പിൻ്റെ ഒരു ആഡ്സ്. അപ്പം നമ്മൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഒത്തിരി ആപ്സിന്റെ ആഡ്സ് ഇങ്ങനെ കാണുമല്ലോ. അപ്പം ബാക്കിയുള്ള ആഡ്സിനെ കാട്ടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ എനിക്ക് ഒരു ആഡ്സ്. അപ്പൊ ആഡ്സ് എന്താണെന്നില്ല, ആസ്ട്രോടോക്കിന്റെ ഒരു ആഡ്സ് ആണ് ഞാൻ എന്റെ ഫോണിൽ കണ്ടത്. അപ്പം ബാക്കിയുള്ള ആഡ്സിനെ കാട്ടിയും ഒത്തിരി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി എനിക്ക്. എന്നാലും ഒരു 100ൽ 99% എനിക്ക് അതിനുള്ള ഒരു ആൻസർ, ഈ ഒരു പ്രശ്നത്തിനുള്ള ആൻസർ ആസ്ട്രോടോക്ക് വഴി കിട്ടത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ 1% ഒരു ഇതിൽ ഞാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാൻ അതിൽ കയറി എൻ്റെ പ്രശ്നങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കാര്യങ്ങൾ എനിക്ക് മെന്റലി ഭയങ്കര ഡൗൺ ആണ് ഞാൻ എന്നിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ആസ്ട്രോടോക്ക് എന്നോട് പറഞ്ഞു, നിനക്ക് മെന്റലി ഭയങ്കര ബുദ്ധിമുട്ട് നീ ഇപ്പം നേരിടുന്നുണ്ട്, ഫിനാൻഷ്യലി ഭയങ്കര ടൈറ്റ് ആണ്, പൈസ വരുന്നുണ്ട് പക്ഷെ നിന്റെ കയ്യിൽ നിൽക്കുന്നില്ല. അങ്ങനെ എൻ്റെ പ്രോബ്ലംസ് A to Z ആസ്ട്രോടോക്ക് പറഞ്ഞു തന്നു. സോ ഇതാണ് അനാമികയുടെ എയറിൽ കയറ്റിയിരിക്കുന്ന പ്രമോഷൻ. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും അധികം എളുപ്പത്തിൽ കച്ചവടം ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഭക്തിയാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ വിശ്വാസം. അതിനെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അത്തരത്തിൽ മനുഷ്യന്റെ വിശ്വാസങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കാണ്ട് ഒരു വ്യക്തി തുടങ്ങിയ ഒരു സംരംഭമാണ് ഈ പറയുന്ന പർട്ടിക്കുലർ ആപ്പ്. നമുക്കറിയാം, മുഹമ്മദ് നബിയുടെ തലമുടി, യേശുക്രിസ്തുവിന്റെ വളരുന്ന സ്വരൂപം, അതേപോലെ തന്നെ ധാരാളം വിശ്വാസങ്ങൾ ഹിന്ദു ഐഡിയോളജി പ്രകാരവും നമ്മുടെ നാട്ടിലുണ്ട്. അന്ധമായിട്ടുള്ള വിശ്വാസങ്ങൾ തെറ്റല്ല, അന്ധമായിട്ടുള്ള വിശ്വാസങ്ങൾ തെറ്റാണ്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ നടക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ ലെവലിൽ ഇത് ഭയങ്കര രീതിയിൽ പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. ഈ അടുത്തിടെ പോലും ഞാനൊരു വാർത്ത കണ്ടതാണ്, ഒരു വീട്ടിലെ ഫ്രിഡ്ജിനുള്ളിൽ ശിവലിംഗത്തിന്റെ രൂപത്തിൽ ഐസ് വന്നെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പൂജയും കാര്യങ്ങളും തുടങ്ങിയിരിക്കുക. ഒന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ ആയിരിക്കുന്ന ശിവലിംഗം അരിഞ്ഞു പോകും. അതുപോലും മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ല ആളുകൾക്ക്. ആ ഭക്തിയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. ഭക്തി അന്ധമാകുമ്പോൾ അത് മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള ചിന്താശേഷിയെ നശിപ്പിക്കും. അത് എല്ലാവരും തിരിച്ചറിയുക. അതിനെ മുതലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ആസ്ട്രോടോക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷനും അതേപോലെ തന്നെ ഇതിന്റെ പ്രൊമോഷൻ എടുത്തിരിക്കുന്ന കുറേയധികം താരങ്ങളും ജീവിച്ചു പോകുന്നത്. ആ ഒരു കാറ്റഗറിയിലേക്കാണ് അനാമികയും വന്നിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ആസ്ട്രോടോക്കിനെ കുറിച്ച് വിശദമായിട്ട് ഒരു പെൺകുട്ടി പറയുന്ന ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് ആരാന്ന് അറിയോ നോക്കണേ. നമ്മുടെ ഡെയിലി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ ഫൗണ്ടറുമായിട്ട് ഇൻസ്പയറിങ് ആൻഡ് ക്രിഞ്ച് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റോറി ഞാൻ പറയാം. അപർണ ബാലമുരളി തൊട്ട് അനുശ്രീ വരെ, ഹിന്ദിയിലാണെങ്കിൽ രൺബീർ തൊട്ട് ശ്രദ്ധ കപൂർ വരെ എല്ലാവരും ഡെയിലി ഒരു പുതിയ സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആസ്ട്രോ ടോക്കിൻ്റെ ഫൗണ്ടറായിട്ടുള്ള പുനീത് ഗുപ്തയാണ്. ഇത് അയാളുടെ സ്റ്റോറി ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ അയാളുടെ ലിങ്ക്ഡിൻ പോയി നോക്കിയപ്പോൾ അവിടുന്ന് ഒരു വെറുതെ പറയണമല്ല, അവിടുന്ന് വായിച്ചൊരു സാധനമാണ്. ഇയാളൊരു മിഡിൽ ക്ലാസ് ബോയ് ആണ്. ഇയാൾക്കൊരു അപ്പർ മിഡിൽ ക്ലാസ് പെൺകുട്ടിയുമായിട്ട് പ്രേമം ഉണ്ടാവുന്നു. 9 to 5 ജോബുള്ള ഒരു സാധാരണക്കാരൻ. പക്ഷേ ഒരു ഇവർ ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെൺകുട്ടിയുടെ കാലിൽ ഒരു കാർ വന്ന് ചെളിയെറിപ്പിച്ചു.
അപ്പോൾ ഇവൾ ഭയങ്കര ചൂടായി, ഞാൻ ബെൻസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, എനിക്കിതിൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ഇവൻച്വലി ബ്രേക്കപ്പ് ആവുകയാണ്. സോ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയതെന്ന് മനസ്സിലാക്കിയിട്ട് പുനീത് ഗുപ്ത തുടങ്ങിയിട്ടുള്ള പൈസ ഉണ്ടാക്കാൻ ഇന്ത്യയിലെ ഏറ്റവും നല്ല മാർഗം ആസ്ട്രോളജി വിൽക്കുക എന്നുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് പുനീത് ഗുപ്ത തുടങ്ങിയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ആസ്ട്രോടോക്ക് എന്ന് പറഞ്ഞത്. അതിന് അയാൾ ആദ്യം ഒരു IT സർവീസ് കമ്പനി നടത്തി, അത് പൂട്ടിപ്പോയി. അത് പൂട്ടും എന്ന് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഏതൊരു കോവർക്കർ പറഞ്ഞിരുന്നു ഇത്രയും ആസ്ട്രോളജി നോക്കിയിട്ട്. അങ്ങനെയാണ് ഇയാൾ ആസ്ട്രോടോക്കിലേക്ക് എത്തുന്നതെന്നാണ് ഇയാൾ പറയുന്നത്. ബേസിക്കലി പൈസ ഉണ്ടാക്കാൻ ഇത്രയും നല്ല സാധനം വേറെ ഇല്ലാന്ന് മനസ്സിലാക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇയാൾക്ക് ആസ്ട്രോളജിയുമായിട്ട് കുടുംബപരമായിട്ട് ഒരു ബന്ധമൊന്നുമില്ല. മൂലക്കുരുവിന് ചികിത്സിക്കുന്ന ഏതൊരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബട്ട് അതൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഐഡിയ ആണ് ഇന്ത്യയിൽ എന്നുള്ളതാണ് പുനീതിൻ്റെ ഒരു വളർച്ച സൂചിപ്പിക്കുന്നത്. ബിക്കോസ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ അതിന് മുന്നത്തെ ഇയറിനേക്കാൾ 85% റവന്യൂ വർധനമാണ് ഈ ആസ്ട്രോടോക്കിന് ഉണ്ടായിട്ടുള്ളത്. ഡെയിലി യൂസേഴ്സ് മില്യൺസ് ആണ് ഇവരുടെ. ഡെയിലി വരുമാനം 50-60 ലക്ഷം രൂപയാണ്. ഇവരുടെ വരുമാനത്തിന്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് പാർട്ട് 25% പോകുന്നത് ഈ സെലിബ്രിറ്റി ആടുകളിലേക്കാണ്. അതുകൊണ്ടാണ് പുതിയ പുതിയ ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ ബർത്ത് ചാർട്ട് നോക്കിയോ, നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാട്ട് എവർ, നിങ്ങൾ എന്തിലാണോ അഭിനയിക്കുന്നതെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ പണ്ട് കാനാടി ചാത്തൻ എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമിയിൽ ഒരു ആഡ് വരുമായിരുന്നു. അതിപ്പം ഇൻസ്റ്റഗ്രാമിൽ പുതിയ AI ടൂളുകൾ ഉപയോഗിച്ച് നമ്മളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ നമ്മളുടെ ഒരു സയന്റിഫിക് ടെമ്പർ, നമ്മളുടെ കേരളത്തിലുണ്ടായിട്ടുള്ള ഒരുപാട് മൂവ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എതിർത്ത ഒരുപാട് സാധനങ്ങളാണ് പുതിയ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞിട്ട് പുതിയ സെലിബ്രിറ്റികൾ അവരുടെ ഒരു താല്പര്യമൊക്കെ വെച്ചിട്ട് പൈസയും താല്പര്യങ്ങളൊക്കെ വെച്ച് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വിശ്വസിക്കുന്ന ആൾക്കാർ, അവരുടെ നമ്പർ ഓഫ് യൂസേഴ്സ് നിങ്ങൾ നോക്കണം. സോ എങ്ങോട്ടാണ് നമ്മുടെ ഒരു പോക്ക് ഞാൻ വെറുതെ ഒന്ന് ആലോചിച്ചേ ഉള്ളൂ, ആട് കണ്ടിട്ട് മടുത്തിട്ട്. ഈ പറയുന്ന ജ്യോതിഷവും മറ്റു കാര്യങ്ങളൊന്നും തെറ്റാണെന്ന് ഞാൻ വാദിക്കുന്നില്ല. നല്ല രീതിക്ക് നമുക്ക് അത് യൂസ്ഫുൾ ആയിട്ട് ജീവിതത്തിന്റെ പാർട്ടായിട്ട് കൊണ്ടുപോകാം. പക്ഷേ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും മാറ്റുമെന്ന് കരുതി നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ തന്നെ ഇരുന്ന് മുരടിച്ചു പോവുകയുള്ളൂ. അത് മനസ്സിലാക്കുക. ഈ അസ്ട്രോളജി പ്രകാരമുള്ള പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ജ്യോതിഷനെ പോയി കണ്ട് അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കുന്നതോ അതിന്റെ ഭാഗമായിട്ടുള്ള പൂജകളോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നതിന് ഞാൻ എതിർക്കുന്നില്ല. എനിക്കും അത്തരം വിശ്വാസങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അങ്ങ് തീർത്തു തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അതിനകത്ത് കൊണ്ട് പണം കൊടുക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെയാണ് അത് ചോദ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്നത്. ഈ പറയുന്ന വ്യക്തി ഒരു IT സ്ഥാപനം നടത്തിയ ആളാണ്. ആ ഒരു സ്ഥാപനം പൂട്ടിപ്പോകുമെന്ന് ഇയാളുടെ കോവർക്കർ ആയിട്ടുള്ള ഒരു വ്യക്തി അസ്ട്രോളജി പ്രകാരം നോക്കി പറഞ്ഞു. ഈ മണ്ടൻ അതും വിശ്വസിച്ച് ആ സ്ഥാപനം പൂട്ടിപ്പോകുന്നതും കാത്തിരുന്നു. അതിനുശേഷം അവന് മനസ്സിലായി ഇന്ത്യയിൽ ഏറ്റവും അധികം നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന ജ്യോതിഷവും വിശ്വാസവും മറ്റു കാര്യങ്ങളുമാണെന്ന്. അവൻ അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം, നമ്മുടെ കേരളം നവോത്ഥാനവും മറ്റു കാര്യങ്ങളൊക്കെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ കേരളത്തിലാണ് നരബലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് വിശ്വാസം അത് എല്ലാവർക്കും ആവശ്യമാണ്. ഈ പ്രകൃതി എന്ന് പറയുന്നത് ഒരു കോസ്മിക് എനർജിയുടെ ബാലൻസ് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഈ വിശ്വാസം അത് അധികമായി കഴിഞ്ഞാൽ അമൃതും വിഷം എന്ന പോലെ തന്നെ നമ്മുടെ തലച്ചോറിനെ കാർന്ന് തിന്നുന്ന ഒരു ക്യാൻസറായിട്ട് ഈ പറയുന്ന വിശ്വാസങ്ങൾ മാറിപ്പോകും. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കുരുക്കുകളിൽ നിന്നും ആരും ചെന്ന് വീഴരുത്. അതേപോലെ തന്നെ അനാമികയോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ഉടായ്പ് സാധനങ്ങളുടെ പ്രമോഷനുമായിട്ട് ദയവ് ചെയ്ത് രംഗത്ത് വരരുത്. അപ്പോൾ ഗൈസ്, ഓക്കെ ബൈ. നിങ്ങളുടെ ഈ ഒരു വിഷയത്തിലെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താണ്ട് മറക്കരുത്. താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.